ഞാനിപ്പോ മദനി സാഹിബിനെ കണ്ടിട്ട് താഴെ ഇറങ്ങിയപ്പോ 5 വിരലുകളിൽ ഏതിനോട് അദ്ദേഹത്തെ സാമ്യപ്പെടുത്താം എന്നിങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ഈ ചെറിയ വിരലുണ്ടല്ലോ 5ാമത്തെ വിരലാണ് മദനി സാഹിബ് എന്ന് തോന്നി. അതിന്റെ കാരണം നിങ്ങളോട് പറയുന്നതിൽ ഇതിനേക്കാൾ ഉചിതമായൊരു വേദിയില്ല. നമ്മുടെ കുട്ടികൾ കൂടിയുള്ളതുകൊണ്ട്. ഈ ലോകത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ആദ്യത്തെ മത്സരം നടന്നത് കേമനാരെന്നറിയാനുള്ള മത്സരം, 1ാം റാങ്കുകാരനെ കണ്ടെത്താനുള്ള മത്സരം നടന്നത് 5 പേർ തമ്മിലാണ്. വാശിയോടെ പരസ്പരം പിണഞ്ഞ് മുറിവുകൾ ഏൽപ്പിച്ച് മത്സരിച്ച ആ 5 പേർ ഈ 5 വിരലുകളായിരുന്നു. ഇവരിൽ ആര് കേമൻ എന്നാണ് ചോദ്യം. സാക്ഷാൽ ദൈവം ജൂറിയായി വന്നു എന്നാണ് കഥ. അത് കൃഷ്ണനാകാം, ക്രിസ്തുവാകാം, അള്ളാഹുവാകാം, ബുദ്ധനാകാം, ജിനനാകാം, സ്വരാഷ്ട്രനാകാം, ഇല്ലെങ്കിൽ ഈ നിർവചനങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഒപ്പം ജീവിക്കുന്ന മനുഷ്യനെ ചേർത്തുപിടിക്കുന്ന മറ്റൊരു മനുഷ്യന്റെ പേരാണ്, വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്ന ഒരു കൂട്ടുകാരന്റെ പേരാണ്, പാടത്ത് പണിയെടുക്കുന്ന കർഷകന്റെ വിയർപ്പിന്റെ പേരാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെപ്പോലെ ചിലരുടെ കാഴ്ചപ്പാടാകാം. എന്തായാലും അങ്ങനെ ഒരു ശക്തിയുണ്ട് എങ്കിൽ അത് നീതിബോധത്തിന്റെ ശക്തിയാണ്. ആ നീതിബോധത്തിന്റെ ശക്തി വന്ന് ഈ 5 വിരലുകളോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട, നിങ്ങളിലെ 1ാം റാങ്കുകാരനെ ഞാനിപ്പോ കണ്ടെത്തിത്തരാം. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ കേമത്തരത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകുന്നു പറഞ്ഞു. ആദ്യം വന്നത് പെരുവിരല. പെരുവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പെരുവിരലാണ്, തമ്പാണ്, ലോകത്തിലെവിടെയും വിജയിയുടെ അടയാളം, എന്നെ ഉയർത്തിക്കാട്ടലാണ് തംസപ്പ്. ഒരു മനുഷ്യനെ തിരിച്ചറിയിക്കുവാൻ എന്നെ പതിപ്പിക്കണം. തമ്പ് ഇംപ്രഷൻ. ഒരു കടലാസ് എടുക്കണമെങ്കിൽ ഞാൻ കൂടി ചേർന്ന് ഇങ്ങനെ പിടിക്കണം. മോസ്റ്റ് സപ്പോർട്ടീവ് ഫിംഗർ. ഇതിനെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തിൽ പിറന്നു വീഴുന്ന ഏതു മനുഷ്യ കിടാവും, അത് കരുനാഗപ്പള്ളിയിലായാലും കസാക്കിസ്ഥാനിലായാലും, ആദ്യം നുണയുന്നത് എന്നെയും കൂടിയാണ്. ഞാൻ മാതൃത്വത്തിന്റെ പ്രതീകമാണ്. ഐ എം ദ എംബോഡിമെന്റ് ഓഫ് മദർഹുഡ്. ദൈവം പറഞ്ഞു, കൊള്ളാം. അടുത്തയാളിനോട് വരാൻ പറഞ്ഞപ്പോ ചൂണ്ടുവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചൂണ്ടുവിരലാണ്, ദുരധികാരത്തിനെതിരെ ചൂണ്ടുന്ന വിരലാണ്, ലക്ഷ്യബോധത്തിന്റെ വിരലും ഞാൻ തന്നെ, സെൻസ് ഓഫ് എയിമിന്റെ, വെടിവെക്കാൻ, അമ്പയ്യാൻ, കാരം കളിക്കാൻ ലക്ഷ്യം നിർണയിക്കുന്ന വിരൽ ഞാനാ. മാത്രമല്ല, ഞാൻ പവർ ഓഫ് ഡോമിനേഷന്റെ, ആജ്ഞാശക്തിയുടെ വിരലും ഞാനാ. സ്റ്റാൻഡപ്പ്. എഴുന്നേക്കൂ. ഇയാളല്ല, സോറി, ഇരിക്കൂ. സ്റ്റാൻഡപ്പ്. മോനിരിക്കൂ. മോനോടല്ലോ. സ്റ്റാൻഡപ്പ്. ഇരിക്കൂ, ഞാൻ പറയട്ടെ. നിങ്ങളോടല്ല പറഞ്ഞത്. സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ. അല്ലെ, നിങ്ങൾ ഇരിക്കൂ, ഞാൻ പറഞ്ഞോട്ടെ. സ്റ്റാൻഡപ്പ്, സിറ്റ്, ഇരിക്കൂന്നേ പറഞ്ഞോട്ടെ. സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ എന്നൊക്കെ ആജ്ഞാപിക്കുന്ന വിരൽ ഞാനാ. ആജ്ഞാശക്തിയുള്ള വിരൽ ഞാനാ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, വിരല് ദൈവത്തിനോട് പറഞ്ഞ കാര്യം പറഞ്ഞതാ. സ്റ്റാൻഡപ്പ് എന്ന് ഈ വിരൽ ഉപയോഗിച്ച് പറയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എഴുന്നേറ്റതല്ലേ. ഈ വിരലുകൊണ്ട് ആരെങ്കിലും സ്റ്റാൻഡപ്പ് പറയോ? അപ്പൊ ആജ്ഞാശക്തിയുള്ള വിരൽ ഞാനാണ് ദൈവമേ. സ്റ്റാൻഡപ്പ് എന്ന് പറയുന്ന വിരൽ ഞാനാണ്. ദൈവം പറഞ്ഞു, കൊള്ളാം. 3ാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, ചർച്ചയും തർക്കമൊന്നും വേണ്ട, കണ്ടാലേ അറിയില്ലേ, 5 പേരിൽ ഏറ്റവും തലപ്പൊക്കമുള്ളവൻ ഞാനാ. മാത്രമല്ല നായകനും ഞാനാ. മധ്യത്തിൽ നിൽക്കുന്നത് നായകൻ, സഹായികൾ 2 വശങ്ങളിൽ. ആയിക്കോട്ടെ എന്നായി ദൈവം. 4ാമത്തെ വിരലിനൊരൽപ്പം നാണം, ലജ്ജ, നാണിച്ച് ചിത്രം വരച്ച് കടന്നു വന്ന 4ാമത്തെ വിരൽ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ, ആദ്യത്തെ 3 വിരൽ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ശരിയാകണമെങ്കിൽ വിരലുണ്ടാവണമെങ്കിൽ കുട്ടികളുണ്ടാവണമെങ്കിൽ കെട്ടിയോളുണ്ടാവണമെങ്കിൽ വിവാഹം ഉണ്ടാവണ്ടേ, പ്രണയം ഉണ്ടാവണ്ടേ, അപ്പോ ഒരു മോതിരം അണിയിക്കണ്ടേ, അതിന് ഞാൻ തന്നെ വേണം. ഐ ആം ദ മോസ്റ്റ് റൊമാൻറ്റിക് ഫിംഗർ എന്നായി ഈ 4ാം വിരൽ. 4 വിരലുകൾ ഇങ്ങനെ പറഞ്ഞപ്പോ 5ാമത്തെ വിരലിനൊന്നും പറയാനില്ലല്ലോ. 5ാമത്തെ വിരൽ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ, 1ാമത്തെ വിരൽ വിജയിയാണ്, സംശയമില്ല. 2ാമത്തെ വിരലിന് ആജ്ഞാശക്തിയുണ്ട്, തർക്കമില്ല. 3ാമത്തെ വിരൽ നായകനാണ്, തീർച്ച. 4ാമത്തെ വിരൽ പ്രണയമാണ്, ഉറപ്പ്. പക്ഷേ എനിക്കൊരു സംശയം. അപ്പൊ ദൈവം ചോദിച്ചു, ഇനി എന്ത് തേങ്ങ അതിന്റെ സംശയം? ദൈവത്തിന് ദേഷ്യം വന്നു. അപ്പൊ 5ാമത്തെ വിരൽ ദൈവത്തിനോട് ചോദിച്ചു, വിജയിയാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് 1ാമത്തെ വിരൽ തെറ്റുകൾ ചെയ്യുമ്പോ, ആജ്ഞാശക്തിയുടെ ഏകാധിപത്യം കൊണ്ട് 2ാം വിരൽ ഫാസിസ്റ്റായി മാറി പെരുമാറുമ്പോ, നായകത്വത്തിന്റെ മൂഢചിന്ത കൊണ്ട് 3ാം വിരൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോ, പ്രണയചാപല്യത്താൽ ഈ 4ാം വിരൽ തളർന്നു പോകുമ്പോ,
അങ്ങിവരോടെല്ലാം ക്ഷമിക്കുന്നത് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നാമനായി ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോഴല്ലേ എന്നാണ് 5-ാമത്തെ വിരൽ ദൈവത്തിനോട് ചോദിച്ചത്. അന്ന് ദൈവം വിധി എഴുതി 5-ാമത്തെ വിരൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന്. മദനി സാഹിബിന് 5-ാമത്തെ വിരലായി എനിക്ക് തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത്. കൈയടിക്കണ്ട, നിങ്ങൾ ഈ കാര്യം അറിയാതെയാണ് ഇപ്പൊ കൈയടിച്ചത്. നമ്മുടെ നാട്ടിലെ പല ആളുകളും അതുകൊണ്ട് മക്കളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മക്കളെ 5-ാമത്തെ വിരലിനെ പോലെ ആകണമെങ്കിൽ കൈ കൂപ്പുമ്പോൾ മുന്നിൽ നിൽക്കണം. ആ വിനയം കൊണ്ടാണ് ഏറ്റവും മികച്ചതാകുന്നത്. കൈ കൂപ്പിയപ്പോൾ മുന്നിൽ നിന്നത് കൊണ്ടാണ് ദൈവം 5-ാമത്തെ വിരലിന് 1-ാം റാങ്ക് കൊടുത്തത് എന്ന് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അറിവ് മാനവികതയിലേക്കുള്ള ഈ സഞ്ചാരത്തിന്റെ വേദിയിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പോയി പറഞ്ഞു കൊടുക്കണം, 5-ാമത്തെ വിരൽ തന്നെയാണ് ഒന്നാമൻ എന്നുള്ളതിൽ സംശയമില്ല. 5-ാമത്തെ വിരലാണ് ശ്രേഷ്ഠൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 5-ാമത്തെ വിരലിനെയാണ് ദൈവം വിജയിയായി പ്രഖ്യാപിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മദനി സാഹിബിന് 5-ാമത്തെ വിരലായി തോന്നി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആ 5-ാമത്തെ വിരൽ ശ്രേഷ്ഠനായി പ്രഖ്യാപിക്കപ്പെടാനുള്ള കാരണം പലരും പഠിപ്പിച്ചു തന്നതുപോലെ കൈകൂപ്പുമ്പോൾ ഏറ്റവും മുന്നിൽ നിന്നു എന്നതായിരുന്നില്ല. മറിച്ച് പിന്നിലാക്കപ്പെട്ടുപോയ മറ്റു 4 പേർക്കു വേണ്ടി സ്വജീവൻ പണയം വെച്ച് ഏറ്റവും മുന്നിൽ നിൽക്കാൻ കാണിച്ച സഹജമായ ആർജവത്തിന്റെ പേരിലാണ് ചരിത്രത്തിൽ ഈ 5-ാമത്തെ വിരൽ ശ്രേഷ്ഠനാകുന്നത് എന്നതാണ്. സമൂഹത്തിന്റെ ദൂരതീരങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെടുന്ന സഹചരായ ഇതര മനുഷ്യർക്കു വേണ്ടി 5-ാം വിരലായി മുന്നിൽ നിൽക്കുവാൻ കാണിക്കുന്ന ആർജവത്തിന്റെ പേരിലാണ്, ആ ആർജവമാണ് നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും മാനവികതയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന്റെ ആധാരശിലയായി മാറുന്നത്. ഒപ്പം മറ്റൊന്നുകൂടി